നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ കുറുവയിൽ മതിലിടിഞ്ഞു. തറയിൽ ബസ് സ്റ്റോപ്പിന് സമീപം താഹിറയുടെ വീടിന്റെ മതിലാണ് തകർന്നു വീണത്. ഇനിയും മഴ തുടരുന്നത് വീടിന് ഭീഷണിയാവും. കൗൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ കുറുവ തറ ബസ് സ്റ്റോപ്പിന് സമീപം താഹിറയുടെ വീടിന്റെ പിൻഭാഗത്തുള്ള മതിലാണ് തകർന്നു വീണത്. ഇതോടനുബന്ധിച്ച മതിലിന്റെ ബാക്കിഭാഗവും തകർന്ന് വീഴാറായ അവസ്ഥയിലാണ്. മണ്ണൊലിപ്പ് കാരണം വീടിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും. താഹിറയുടെ ചേച്ചി ഫാത്തിമയുടെ സ്ഥലത്താണ് മതിൽ തകർന്നു വീണത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. സത്വര നടപടികൾ സ്വീകരിക്കാമെന്ന് താഹിറക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു സംഭവിച്ചത്? പുലർച്ചക്ക് ഞാൻ നമസ്കാരം കഴിഞ്ഞ് ഓതലാണ്, സെൻട്രാളിരുന്ന് ഓതുന്നു. അന്നേരമാണ് സംഭവിച്ചത്. വലിയ ശബ്ദം കേട്ടപാട് ഞാൻ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞേരാണ് വീണത്. മൊത്തമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് സൈഡിലെല്ലാം വീണോണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഉയർച്ചയാണല്ലോ, അപ്പൊ അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് കൂടുതൽ ഇങ്ങോട്ടേക്ക് വെള്ളം കുത്തി ഒഴുകുന്നുണ്ടോ? കുത്തി ഒഴുകി അങ്ങോട്ടുന്നെല്ലാം പുറത്തുനിന്നെല്ലാം വരുന്ന വെള്ളം എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. താഴ്ചയിൽ, എൻ്റെ വീട് താഴ്ചയിലല്ലേ, അത് ഘടകിൻ്റെ അപ്പുറത്തും ഏച്ചിൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശത്താണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഘടകാണ് മണ്ണ് കൂടുതൽ തെങ്ങിയിട്ടായിരിക്കും. താഹിറയുടെ സങ്കടം നമ്മൾ അറിഞ്ഞു. കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ സത്വര നടപടികൾ താഹിറയ്ക്ക് വേണ്ടി ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് അവർക്കുള്ളത്. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.